ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ണേട്ടനും കിച്ചുവൊക്കെ എത്തിയല്ലോ. ഇനിയിപ്പോൾ ഞാനും മനുവും മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ കയ്യിൽ ഒരാഴ്ചയുണ്ട് അവന് എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് എന്തൊക്കെ മസാലകൾ, എന്തൊക്കെ പാത്രങ്ങൾ എന്തൊക്കെയാണ്, അതേമാതിരി തന്നെ എന്തിനൊക്കെയുള്ള യൂസേജാണ്, അവിടെയുള്ള അപ്ലയൻസസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം. ബിക്കോസ് ദുബായിലുള്ള അപ്ലയൻസസിനെ പോലെ അല്ല അവിടെയുള്ള അപ്ലയൻസസ്. ആ അപ്ലയൻസസ് മുഴുവൻ നല്ല മാറ്റങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടാണ് അതിൻ്റെ കാറ്റലോഗൊക്കെ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. അത് മോനെ എങ്ങനെ പറഞ്ഞു കൊടുക്കണം, അവൻ ഏത് മോഡിലിടണം, എന്താ വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അവൻ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ചായിട്ടുള്ള പാത്രങ്ങളെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ഡിഷ് വാഷർ തൊട്ട് ഒരു ഓവൻ തൊട്ട് എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ദിവസങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങൾ. അപ്പോൾ അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്കറിയാം ഒരുപാട് പേര് എന്താണ് പറയുക, അല്ലെങ്കിലേ ഒരുപാട് പേര് പറയുന്നുണ്ട് ഭയങ്കര കാട്ടിക്കൂട്ടലായിട്ടുള്ള രീതിയിൽ മക്കളെ എന്താണ് പറയുക പാമ്പർ ചെയ്ത് വളർത്തുന്നു. അതേമാതിരി തന്നെ എന്താണ് സാരിത്തുമ്പിൽ കെട്ടിയിടാനാണോ ഉദ്ദേശിക്കുന്നത്, അവർ അങ്ങോട്ട് പോയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അവർ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വയം പഠിച്ചോട്ടെ. നോക്കൂ, അത് നിങ്ങളുടെ കാഴ്ചപ്പാട്. ഞാൻ എങ്ങനെയാണോ എൻ്റെ മക്കളെ വളർത്തിയിരിക്കുന്നത്, അതിൽ ഞാൻ എങ്ങനെയാണോ ഒരു അമ്മ എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട ആ ഒരു പൊറുപ്പോട് കൂടിയിട്ട് അവരെ കറക്റ്റാക്കിയിട്ടുള്ള രീതിയിൽ എങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇനി അവർക്ക് മുന്നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാനില്ലെങ്കിലും അവർക്ക് നീറ്റായിട്ടുള്ള രീതിയിൽ എങ്ങനെ കൊണ്ടുപോകണം, വീടും പരിസരവും എങ്ങനെ വീട്ടിൽ വൃത്തിയാക്കി വെക്കണം എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ഒരു കടമയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എന്തായാലും ചെയ്യും. ഇതിൽ നെഗറ്റീവ് കമൻറ്റ് വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് എന്താണ് പറയുക, നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരല്ലാതെ ഒരുപാട് നല്ല രീതിയിൽ എടുക്കുന്ന, പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു വീഡിയോ പല അമ്മമാർക്കും അല്ലെങ്കിൽ പല കുട്ടികൾക്കും ഇത് ഉപയോഗമാകും. എങ്ങനെയാണ് സെൽഫായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഒരു പഠിപ്പും നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും കൂടിയിട്ട് എങ്ങനെ കൊണ്ടുപോകണം. എന്താ വെച്ചാൽ ഒരുപാട് സമയങ്ങൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് സുഖമായിട്ടുള്ള രീതിയിൽ അത് കൊണ്ടുപോകാം എന്നുള്ള ഒരു കൺസേൺ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മോനെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്തത്. സോ ഇതിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ അടുത്ത് പെരുമാറാം. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വിടാം. അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പഠിച്ചോളൂ എന്നൊക്കെ പറയാം. അല്ലാതെ ഇത് എൻ്റെ രീതിയാണ്, ഇത് എൻ്റെ മെത്തേഡ് ഓഫ് മേക്കിംഗ് മൈ സൺ കംഫർട്ടബിൾ എന്നുള്ളതാണ്. അതുകൊണ്ടൊരു തെറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ എൻ്റെ മക്കളെ എന്ത് കംഫർട്ട് സോണിലാണ് വളർത്തുന്നത്, ഇല്ലെങ്കിൽ അവർക്ക് എന്ത് കംഫർട്ടായിട്ടുള്ള രീതിയിലാണ് അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത്, അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരി, ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരി, അത്രമാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ അവന് എല്ലാം ആ ഡ്രോയിലുള്ളത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡിഷ് വാഷറിൽ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്, ഡിഷ് വാഷിൻ്റെ ആ ഒരു പവർ എങ്ങനെയൊക്കെയാണ്, എന്താ വെച്ചാൽ ഇത് പ്രോഗ്രാമിംഗ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ അടുത്ത് ദുബായിലുള്ള ഡിഷ് വാഷർ പോലെയേ അല്ല ഈ ഒരു ചെറിയ ഡിഷ് വാഷർ. ആൻഡ് മോർ ഓവർ എന്താ പറയുക, അതിൻ്റെ പ്രോഗ്രാമിംഗ് രീതി വളരെ വ്യത്യാസമാണ്. ഇപ്പം മനുവിന് എത്ര ചെറിയ ക്വാണ്ടിറ്റിയിൽ ഏത് പ്രോഗ്രാമിംഗ് വെക്കണം എന്നുള്ളത് അറിയണം. പിന്നെ അവൻ നേരത്തെ ഞാൻ അവിടെ ഉള്ള സമയത്ത് തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം അവൻ ടാബ്ലറ്റ് ഇട്ടപ്പോൾ ഈ ഒരു സംഭവം ടാബ്ലറ്റ് തുറക്കാതെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അവനെല്ലാം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഞാനത് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എങ്ങനെ ടാബ്ലറ്റ് വെക്കണം, എങ്ങനെയാണ് ആ ഡിഷ് വാഷറിൻ്റെ ഉള്ളിലത്തെ പ്രോസസ്സ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ഡിഷ് വാഷറിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഞാൻ അവന് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ദുബായിൽ നിന്ന് പഠിപ്പിച്ചിട്ട് വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന കുട്ടികൾക്ക് ഒരു സ്റ്റേജ് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ആ ഒരു പ്രായം വരുന്ന സമയത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും, അത്ര തന്നെ. അതല്ലാതെ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത്, പരീക്ഷയുള്ള സമയത്ത്, ഇല്ലെങ്കിൽ പഠിക്കാൻ ഒരുപാട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരൂ, ഇതാണ് ഡിഷ് വാഷ്, അങ്ങനെയൊന്നും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കില്ല അല്ലേ. ഇപ്പോൾ അവനൊരു സാഹചര്യം വന്നു, അവൻ
തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിലുള്ള ഗാഡ്ജറ്റ്സിനെയൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിഷ് വാഷും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് അവന് പഠിപ്പിച്ച് കൊടുത്തു. അതേമാതിരി തന്നെ അവന് എമർജൻസി ബേസിസിൽ കഴിക്കാനുള്ള ഫുഡുകൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അവന് വന്നു കഴിഞ്ഞ ഉടനെ വല്ലാണ്ട് വിശക്കണു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ റെഡി ടു ഈറ്റ് മീൽസ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം എങ്ങനെയാണ് ചൂടാക്കേണ്ടത്, അതെങ്ങനെയാണ് ഓവൻ പ്രവർത്തിക്കേണ്ടത്, അതേമാതിരി തന്നെ ഓവണും അവിടെയും വ്യത്യാസം തന്നെയായിരുന്നു. അത് ആ ബ്രാൻഡ് പോലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചെടുത്തതാണ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അവന് റെഡി ടു ഈറ്റ് മീൽസ് എങ്ങനെ കുക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാം തന്നെ ഞാൻ അവന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ചെറിയൊരു റൈസ് കുക്കറിൽ എങ്ങനെയാണ് റൈസ് വെക്കുക എന്നുള്ളതാണ് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോളൂ. ഈ സ്പാച്ചുല മാത്രമേ ഈ റൈസ് കുക്കറിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വീഴും. ഓക്കെ, അപ്പോൾ ഈ സ്പാച്ചുല മാത്രം യൂസ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു കപ്പ് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര കപ്പിന്, അതായത് നമ്മുടെ വാട്ടറിൻ്റെ മെഷർമെൻറ്റാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൈസ് എത്ര വേണം, വാട്ടർ മെഷർമെൻറ്റ് ഇതിൽ എത്ര പോകുന്നുള്ളതാണ് നമ്മൾ കണക്കിലെടുക്കാൻ പോകുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ഒരു ബൗളാണ്, വിച്ച് ഇസ് ഇൻ ദിസ് ഓൺലി ദ റൈസ് ഗെറ്റ്സ് കുക്ക്ഡ്. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കോയിലാണ്. വൃത്തിയാക്കി വെക്കാൻ ആദ്യം അറിയണം. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂൾ ഡൗൺ ആയതിനു ശേഷം നമുക്കൊരു ഡ്രൈ ടിഷ്യൂ വെച്ചിട്ട് നമുക്കിത് തുടയ്ക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ഹൗ ടു മേക്ക് റൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരാൾക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 2 നേരം വെച്ചോളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൈക്രോ ഓവനിൽ ഹീറ്റ് ചെയ്താൽ മാത്രം മതി ചോറ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ എനിക്കും അറിയില്ല ഈ റൈസ് കുക്കറിൽ നമ്മുടെ അരി എത്ര ക്വാണ്ടിറ്റി പെരുകും എന്നുള്ളത് അറിയില്ല. ഇപ്പം നമ്മൾക്ക് ഒരു 2 ഗ്ലാസ് അരി ഇട്ട് നോക്കാം, എത്ര പെരുകുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ നമുക്ക് കണക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മളിത് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ ഇതിനെ ഇറക്കിയിട്ട് ഇവിടെ വയ്ക്കുക. മനസ്സിലായോ? നേരെ ഇറക്കി വെച്ചു. എന്നതിന് ശേഷം ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഉണ്ടോ എന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ അടയ്ക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഇത് വെച്ചു. ഇതിൻ്റെ പിന്നാലെ നോക്കുകയാണെങ്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, കണ്ടോ? ഇപ്പോൾ ഇത് ഓൺ ചെയ്യാം. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ഓൺ ചെയ്യുമ്പോൾ കീപ്പ് വാമിലാണ് ആദ്യം പോവുക. ഓക്കെ, പ്രസ് ഡൗൺ. ഇറ്റ്സ് നൗ കുക്കിംഗ്. കുക്കായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കീപ്പ് വാമിലേക്ക് പോകും. ഓക്കെ, നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കീപ്പ് വാമിൽ അത് എത്ര നേരം വേണമെങ്കിലും വാമായി നിർത്തും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കീപ്പ് വാം കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തോളൂ. അതായത് ബാക്കിലത്തെ സ്വിച്ച് ഓഫ് ചെയ്തോളൂ എന്ന് അർത്ഥം. ഓക്കെ, നമ്മുടെ റൈസ് റെഡിയായി, അതാണ് അർത്ഥം. ഇപ്പം നമുക്ക് എത്ര മിനിറ്റിൽ ഇത് റെഡിയാവേണ്ടത് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാക്കണം. ബിക്കോസ് ഇതും എത്ര മിനിറ്റിൽ ഇതാവേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. സോ ലെറ്റ്സ് പുട്ട് ദ ടൈമർ. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര മിനിറ്റിലാവേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കണം. നിനക്ക് 1 ഗ്ലാസ് ധാരാളം മതിയാവും. അല്ല, നീ 2 ഗ്ലാസ് തന്നെ വെക്കുകയാണെങ്കിൽ നിനക്കൊരു 2 ദിവസം യൂസ് ചെയ്യാം. നിനക്ക് ദിവസവും വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ്. അപ്പോൾ കുക്ക് ചെയ്യണത് മനസ്സിലായല്ലോ. ഇനി അതായത് ഇന്നിപ്പം നമ്മൾ 2 പേരും മാത്രം ഉള്ളതുകൊണ്ട് ഈ ചോറ് കഴിയും. ഇന്ന് രാത്രി വീണ്ടും നീ ചോറ് വയ്ക്കും എൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക്. അപ്പം നമുക്ക് നാളെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒറ്റയ്ക്ക് വെക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഒന്നും കൂടി റിവൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഐ ടീച്ച് യു ഹൗ ടു ഡു രാജ്മ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അതിനെ ശരിയാക്കുക എന്ന് പഠിപ്പിച്ചു തരാം. ഇപ്പോൾ നോക്കൂ, ഓട്ടോമാറ്റിക്കലി വാമിലേക്ക് പോയി. ഓക്കെ, ഇനി പതുക്കെ തുറക്കുക. സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് അരി ആയതുകൊണ്ട് അത് നിറഞ്ഞു കാണുന്നത്. നിനക്ക് 1 ഗ്ലാസ് അരി മതിയാവും. അല്ല, നിനക്ക് 2 ദിവസം കുക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് ധാരാളമായിട്ട് 2 ഗ്ലാസ് വെക്കാം, കുഴപ്പമില്ല. 2 ഗ്ലാസ് കൂടുതൽ പോകണ്ട, അത് ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇതാ എത്ര സൂപ്പറായിട്ടാണ് റെഡി ആയിരിക്കുന്നത്, കണ്ടോ? ഇനി ഇത് കീപ്പ് വാമിൽ വെച്ചോളൂ, കുഴപ്പമില്ല, നോ പ്രോബ്ലം.
വാമിൽ തന്നെ ഇരുന്നോട്ടെ. നിനക്ക് എപ്പോൾ കഴിക്കണോ അപ്പോൾ വയ്ക്കും. ഇത് വാമിലിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ നീ യൂണിവേഴ്സിറ്റിക്ക് പോണ സമയത്ത് ഒരു ഗാഡ്ജറ്റ്സും ഓൺ ചെയ്തിട്ട് പോകണ്ട. ഇതിങ്ങനെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നിനക്ക് ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ വന്നിട്ട് കറിയും ചൂടാക്കി വെച്ചിട്ട് പോയാൽ വന്നു കഴിഞ്ഞതും വേഗം ഊണ് കഴിക്കാം. എന്നിട്ട് തിരിച്ച് നിനക്ക് പോവാം. ഓക്കെ. ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നീ അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ നിനക്ക് എന്ത് ഡിഫിക്കൽട്ടി വരണു എന്നുള്ളത്. മനസ്സിലായില്ലേ? ആ സമയത്ത് നിനക്ക് എന്ത് ഡിഫിക്കൽട്ടി വരണു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നീ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുകയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എങ്ങനെ നീ ഡീൽ ചെയ്യുക, ഇപ്പോൾ ഇതൊരു ഔട്ട്ലൈനാണ്. നീ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഔട്ട്ലൈൻ. നിനക്ക് എന്ത് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ നീ ചീസ് ചെയ്തത് അബദ്ധമായിപ്പോയി, പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നു. അതുപോലെയാണ് നീ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ രാജ്മ മസാല, കുറച്ച് ഉള്ളി, നാരങ്ങ, മീമി വറുത്തത്. വാവ്, ഗൗതം പ്ലാക്കോട്ട്, കൺഗ്രാജുലേഷൻസ്. ഇനിയുള്ള അംഗം എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ പാത്രങ്ങൾ ഡിഷ് വാഷറിൽ പോവില്ലയോ ആ പാത്രങ്ങളൊക്കെ നീറ്റായിട്ട് എങ്ങനെ കഴുകി ആ സിങ്കൊക്കെ കഴുകി എല്ലാപ്പോഴും വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സിങ്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സിങ്ക് കാര്യങ്ങളൊക്കെ വൃത്തിയായി കിടന്നാൽ തന്നെ വീട്ടിന് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം ഈ നമ്മൾ ഇരിക്കുന്ന ഹാളും പഠിക്കുന്ന സ്ഥലവും ഒക്കെ കിച്ചണിനോട് അടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഇതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെ വെക്കണം. എന്നാലേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. ആ ഭാഗങ്ങളൊക്കെ യൂസ് ചെയ്തില്ലേ നമ്മൾ നീറ്റായിട്ട് വെക്കാൻ ആദ്യം പഠിക്കണം. അതാണ് ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്ത ആദ്യത്തെ ഒരു കാര്യം. സോ എങ്ങനെയാണ് ഇൻഡക്ഷൻ കുക്കർ തുടയ്ക്കേണ്ടത്, എങ്ങനെയാണ് അഥവാ തെറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ടൈൽസ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കേണ്ടത്. അതുമാത്രമല്ല ആ ഒരു അടുപ്പിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലങ്ങളൊക്കെ എത്ര വൃത്തിയാക്കി വെക്കണം, ആ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എത്ര വൃത്തിയായി വെക്കണം, ഓവൻ്റെ ഉള്ളിൽ എങ്ങനെ വൃത്തിയാക്കി വെക്കണം. വെറുതെ ചൂടാക്കിയാൽ മാത്രം പോരാ, അത് കഴുകി എങ്ങനെ ആ ഒരു കൈക്കല തുണിയെ തോരിയിടണം. അതേമാതിരി തന്നെ ആ സിങ്ക് എപ്പോഴും നീറ്റാക്കിയിട്ട് അതിലൊരു പാത്രവും ഇല്ലാണ്ട് നീറ്റായിട്ട് സ്പ്രേ അടിച്ച് എങ്ങനെ വെക്കണം. അതേമാതിരി ആഴ്ചയിൽ ഒരിക്കൽ എങ്ങനെയാണ് ടോയ്ലറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടത്. ബിക്കോസ് അവിടെ നമ്മൾ പണിക്കാരിയൊന്നും ഏർപ്പാടാക്കി കൊടുത്തിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ അനാവശ്യമായിട്ടുള്ള പൈസ ചിലവാണ്. ഇതൊക്കെ നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യമാണ്. അവനവൻ്റെ ബാത്റൂമും വീടും വൃത്തിയാക്കുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ഞാൻ അവനോട് ക്ലീനായിട്ട് പറഞ്ഞു, ആഴ്ചയിൽ ഒരിക്കൽ നിനക്ക് എപ്പോഴാണോ ലീവ് കിട്ടുന്നത് ആ സമയത്ത് അവനവൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് വൃത്തിയാക്കുക. അതേമാതിരി തന്നെ വാഷ് ചെയ്യുക, അതേമാതിരി തന്നെ അയൺ ചെയ്യുക. ഇതിനൊന്നും ഒരാളെയും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരു ടബ്, അതിൻ്റെ ഉള്ളിൽ എന്ത് കെമിക്കൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഒതുക്കിയിട്ട് ബാക്കിയുള്ള കാർപ്പറ്റ് തൊട്ട് എല്ലാം അടിച്ചു വാരി എങ്ങനെയാണ് അതിനെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. ഇതൊക്കെ അവന് ലീവ് ഇരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ അവന് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് അതായത് ആ കുട്ടിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാതെ നീ തന്നെ എക്സ്പ്ലോർ ചെയ്തോ, നീ തന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന് പറയുന്ന ഒരമ്മയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാം ക്ലീനായിട്ട് അവന് വേണ്ട ആ ഒരു റോഡ് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ വന്നത്. സോ ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് വേണ്ട 3 മാസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക എന്നുള്ളതാണ്. ഡീപ്പ് ഫ്രീസിങ് മെത്തേഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫുഡ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഫ്രഷ് ആയിരിക്കും. ഇത് നമ്മൾ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നീക്കാണ്. ഡീപ്പ് ഫ്രീസിങ് മെത്തേഡിൽ നമ്മൾ പലതും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കും. സോ അതുപോലെയുള്ള ദിവസങ്ങളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അവൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആശാനൊന്ന് വയ്യായ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവന് പെട്ടെന്ന് തന്നെ ഞാനൊന്ന് പരിപ്പ് വട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ആദ്യമായിട്ട് ഇത്രയും അധികം ജോലികൾ ചെയ്യല്ലേ. അപ്പോൾ അവൻ്റേതായിട്ടുള്ള ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഇടയിൽ തന്നെ പരിപ്പൊക്കെ ഒന്ന് കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്ന് വെച്ചാൽ അവന് പരിപ്പ് വട ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന പരിപ്പ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമില്ലാണ്ട്
നമുക്ക് എന്താണ് പറയുക, നമ്മുടെ കടലപ്പരിപ്പ് കൊണ്ട് തന്നെ ഞാൻ പരിപ്പ് വട ഉണ്ടാക്കി. നിങ്ങൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മലയാളി ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ. അവിടെ പോയിട്ട് മിക്സർ, കുഴലപ്പം അതെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം വെച്ചു എന്നിട്ട് അവന് കൊടുത്തതാണ്. ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപയോഗമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാട്ടുള്ളൂ. പണി ചെയ്ത് തളർന്ന എൻ്റെ മോന് പണി കഴിഞ്ഞിട്ടില്ലേ? ഇതെനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോകാനും പറ്റില്ല പൊന്നുവോ. ബാക്കിയുള്ള സ്നാക്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് വരുമ്പോൾ ഉണ്ടാക്കി തരാം.